മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. എന്തിനു വേണ്ടിയാണ് ഇവരിങ്ങനെ അപ്പാനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി ഉമ്മാന്റെ സ്നേഹം എന്നൊന്നും പറഞ്ഞ ആരും ഗ്ലോറിഫൈ ചെയ്യാൻ വരണ്ട. ഇങ്ങനെയല്ല ഒരു ഉമ്മ മകനെ സ്നേഹിക്കേണ്ടത്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്, എന്റെ ഓർമ്മയിലും അത് തന്നെയാണ്. എന്റെ ഒരു സാധനം കളഞ്ഞു പോയി. എന്താ സാധനം? സമാധാനം. ഉമ്മ ഇപ്പോ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിൽക്കുന്നത്. അതാണ് കറക്റ്റ്, ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. എനിക്ക് അതേ ഓർമ്മ ഉള്ളത്. എന്തൊക്കെയാ നിങ്ങൾ പറയണത്? ഒരു പിടി. എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ, എന്റെ കൊച്ചിനെ ഇറക്കി തരണം എങ്ങനെയെങ്കിലും. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. എന്റെ മൂത്തോ ഇളയോ മരിച്ചു, ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം എങ്ങനെയെങ്കിലും. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ. സത്യം പറയാലോ, എനിക്ക് ഉമ്മാന്റെ കരച്ചിൽ കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു സാധാപവും തോന്നുന്നില്ല. എന്തോ ഒരു മാതിരി അറപ്പാണ് തോന്നുന്നത്. 5 കൊലപാതകങ്ങൾ ചെയ്ത ഒരു കൊടും കുറ്റവാളിയാണ് ഇവർ രക്ഷിക്കാൻ പറയുന്നത്. അന്ന് പേരും മകനെ സംരക്ഷിക്കാൻ വേണ്ടി കട്ടിലിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞപ്പോ അതൊരു ഉമ്മാന്റെ സ്നേഹം മാത്രമായിട്ടേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. എന്നാൽ ഇപ്പൊ എല്ലാം അറിഞ്ഞിട്ടും ഇളയ മകനെ അടക്കം അവൻ കൊന്നതാണെന്ന് അറിഞ്ഞിട്ടും എന്റെ മകനെ രക്ഷിക്കണം എന്നും പറഞ്ഞ് കരഞ്ഞതിന് പിന്നിലുള്ള ചേതോവികാരം എന്താണ് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാക്കുന്നില്ല. ശിശുപാലൻ ചേട്ടാ, എനിക്കൊരു സോഡ വാങ്ങിച്ചോണ്ടോ? ഉപ്പിടണം കുറച്ച്. അഫാൻ കാരണം സ്വന്തം മകളെ നഷ്ടപ്പെട്ട് വേറൊരു ഉപ്പയും ഉമ്മയും ഉണ്ട്. അഫാന്റെ കാമുകിയായിരുന്ന ഫർസാനയുടെ മാതാപിതാക്കൾ. അവരുടെ കണ്ണീരിന് ആര് സമാധാനം പറയും? ഇനിയെങ്കിലും നിനക്കൊന്ന് കരഞ്ഞൂടെ? ഒരു തുള്ളി കണ്ണീരെങ്കിലും പുറത്തു വരട്ടെ. നീ ഉള്ളി പൊട്ടി കരയണം ഞങ്ങൾക്കെല്ലാം. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.